ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ എടുക്കാനായിട്ടാണ് വന്നത്, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് പരിപാടിയുള്ളത്. എൻ്റെ മെയിൻ സൈറ്റിൽ പോകണം, അവിടെ നിന്ന് എൻ്റെ മെഷീനും എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, പുള്ളിയെ എടുക്കണം. എന്നിട്ട് എനിക്ക് ഷാർജയിലുള്ള ഒരു സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് അഖിലേഷ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്, അവനെ ഒന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകണം എനിക്ക്. അപ്പം രാവിലെ നമ്മൾ പരിപാടി തുടങ്ങാം. ഉറക്കം തികഞ്ഞില്ല, സമയം 5:30 ആയി. ഇതാണ് എൻ്റെ ചെറിയൊരു സെറ്റപ്പ് റൂം. ബാക്കിലൊരു ടി വിയും PS5യും വെള്ളവും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. വലിയ ഫ്ലാറ്റിലൊന്നും അല്ലല്ലോ താമസം. അപ്പം രാവിലെ എന്തായാലും സൈറ്റിലോട്ടൊന്ന് പോകാം. അപ്പോൾ അവിടുത്തെ എൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ നോക്കാം. പിന്നെ പല്ല് തേക്കാൻ പോകുന്നതും കുളിക്കാൻ പോകുന്നതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇടുന്നില്ല, പ്രത്യേകിച്ച് എനിക്ക് കാണിക്കാനൊന്നും ഇല്ല. കാരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമല്ലോ എന്തുവാന്ന്. റീച്ച് കിട്ടാൻ വേണ്ടി പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്, കുളിക്കാൻ പോകുന്നതും അത് ഇതുമൊക്കെ. നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും റെഡി ആവട്ടെ. റെഡി ആയിട്ട് നമുക്ക് അഖിലേഷിനെ പിക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ അതുകൂടെ കാണാം. അപ്പം എൻ്റെ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാണണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. രാവിലെ ഞങ്ങളുടെ മീറ്റിംഗ് പോയിൻ്റ് ഇതാണ്. അപ്പോൾ അഖിലേഷിനെ പിക്ക് ചെയ്യാനായിട്ട് വന്നേക്കുക. അപ്പോൾ നേരെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടായിരിക്കും പോകുന്നത്. രാവിലെ എന്ത് ചെയ്യുക അഖിലേഷ്? അവിടെ ഇരിപ്പുണ്ട്. വണ്ടി ഇങ്ങനെ കറക്കി അഖിലേഷ് അവിടെ നിൽപ്പുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നു. അപ്പോൾ അവൻ എനിക്കൊരു ചായ മേടിച്ച് ഒരു സമൂസയും മേടിച്ചുകൊണ്ട് വരും. എന്താടാ കൈ വരയ്ക്കും? ഇനി നേരെ ഞങ്ങളുടെ സൈറ്റിലോട്ട്. അവനിതോടെ പോവാം, അവൻ്റെ ഫുഡ് എടുക്കാനായിട്ട് പോവാം. ഇനി ഇവനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് വേറൊരു സൈറ്റിൽ പോവാൻ. അങ്ങനെ ഞാൻ എൻ്റെ പഴയ സൈറ്റിലെത്തി, അഖിലേഷിനെ ഡ്രോപ്പ് ചെയ്ത്. ഇനി എനിക്ക് ഇവിടെ നിന്നൊരു സാധനം എടുത്തുകൊണ്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ അതിനാണ് ഞാനിവിടെ വന്നത്. അപ്പം നമ്മുടെ ഒരു ഹെൽപ്പറുണ്ട്, അസിസ്റ്റൻ്റ്, അവനെ വിളിച്ചിട്ട് എടുത്തുകൊണ്ട് വരാൻ പറയണം. മൂസിൻ എൻ്റെ അടുത്ത് രാവിലെ ഇവിടെ നിൽക്കാൻ പറഞ്ഞതാ, കേട്ടില്ല. വിളിക്കട്ടെ. മൂസിനെ इधर ही लेके आएगा? हाँ, मिशन लेके आओ इधर, छोटा गेट का पास है। ओके ओके ओके। एक बोतल पानी भी लेके आने का, जल्दी। हाँ ओके ओके। അവനെ വിളിച്ച് മെഷീൻ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ വേറെ സൈറ്റിൽ, ഷാർജ സൈറ്റിൽ പോകണം. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പാംജുമേറ. ഇതല്ല എൻ്റെ സൈറ്റ് ഇതിൻ്റെ ഇതാണ്. ഞാൻ എന്തായാലും മെഷീനും എടുത്തിട്ട് ഇനി ഷാർജയിലോട്ട് പോകണം. ഞാനിവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ ആയി, പണ്ട് ചെയ്തതാ. അയ്യോ, ഇപ്പം സമയം തന്നെ 6:40. ഞാൻ അവിടെ ചെല്ലിപ്പോൾ 7:30 എന്തായാലും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 75-80 കിലോമീറ്റർ ഉണ്ടാവും അവിടെ പോകാനായിട്ട്. വെയിറ്റ് ചെയ്യാം അല്ലേ. മെഷീനും എല്ലാമായിട്ട് ആള് വന്നിട്ടുണ്ട്. ഇത് മെഷീൻ ഇങ്ങനെ പുറകിലോട്ട് എടുത്ത് വെക്കുന്നു. ഇത് നമ്മുടെ മെഷീൻ. എൻ്റെ പണിസാധനങ്ങളാണ് രാജാവേ. അതുപോലെ ടോട്ടൽ സെഷൻ സർവേയുടെ പണിയല്ല. അപ്പം ഇതും കൊണ്ട് പോയാലേ നമുക്ക് പണിയുള്ളൂ, അല്ലാതെ വെറും കൈയോടെ പോയിട്ട് നമുക്ക് അവിടെ പണിയില്ല. സന്തോഷേ, ഹായ് പോലു. ഹായ്. സന്തോഷ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, മൂസിൻ. അവനെന്ത് ചെയ്യാവോ, അവനെയും കൊണ്ടാണ് പോകേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ആ സൈഡിൽ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളി 2-3 ദിവസമായിട്ട് മെഡിക്കൽ ലീവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പനി സമയമോ അങ്ങനെ പുള്ളി മെഡിക്കൽ ലീവിലാണ്.
അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരാളെ എടുത്തുകൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ. ഇനി അവനും കൂടെ വരണം. എന്നിട്ട് നേരെ അങ്ങോട്ട് പോകണം. 75 കിലോമീറ്റർ ഉണ്ട് വണ്ടി ഓടിക്കണം. പയ്യെ അങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ വെച്ച് പിടിക്കുക. ഇപ്പം സമയം 6:50. സത്യം പറഞ്ഞാൽ അവനവിടെ ലീവ് ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ അസിസ്റ്റൻ്റ് അവിടെ ലീവ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നേരെ ഞാനിപ്പോൾ അവിടെ എത്തിയത്. ഇതും തൂക്കി പിടിച്ചോണ്ട് ഞാൻ എങ്ങോട്ട് പോകണം? അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല വെയിലും ആവും. പിന്നെ പുറത്തിറങ്ങി പണിയും എടുക്കണം. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് വരാം. കുറച്ച് വണ്ടി ഓടിക്കാനുണ്ട്. ഇച്ചിരി ട്രാഫിക് കൂടെ കാണും. മോസിനെ ഇതരേ नजर नहीं आ रहा कैमरा में. അപ്പം ഇനി എന്തായാലും നേരെ വെച്ച് പിടിക്കട്ടെ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇനി അവിടുത്തെ കുറച്ച് പണിയൊക്കെ കാണിക്കാം. അതൊരു ചെറിയൊരു വെയർ ഹൗസാണ്. കുറച്ച് പണിയുള്ളൂ. ഈ ആങ്കർ ബോട്ടിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പണിയുള്ളൂ. ഇപ്പോൾ അവിടെ കുറച്ച് എക്സ്കർഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബൗണ്ടറി വാളിൻ്റെ അത് ഇവിടെ നിന്ന് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പം പാംജുമേറയിൽ നിന്ന് നേരെ കവരേജിലോട്ട്. അപ്പം ഇനി അവിടെ എത്തിയിട്ടാണേ. അങ്ങനെ ഒടുവിൽ ഒരു 10-15 മിനിറ്റിൽ ഡ്രൈവിൽ ഞാനിവിടെ എത്തി. സംഭവ സൈറ്റിലെത്തി. ഒരു ഡെസേർട്ട് ഏരിയ ആണ്. ഷാർജ ദുബായ് ബോർഡർ ഖവനീജ്. ഇനി പോയി സാധനമൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇസ്ന അല്ല നിക്കളോ खोला है? जैकेट सेफ्टी शू ഒക്കെ ഇടട്ടെ. Power supply is disconnected. The device is about to enter park monitoring mode. ये वो साइड में खाना ले ले खाना नहीं लेके आए. खाना ले लो. അങ്കത്തട്ടിലേക്ക് പോയിട്ട് വരാം. ഇനി ഇവിടെ എന്തൊക്കെ കൊനക്ഷനാണോ എന്നറിയത്തില്ല. കുറേ പണിയുണ്ട്. ഓരോ സൈറ്റിൽ ചെല്ലുമ്പോഴും ഓരോ രീതിയിലുള്ള പുതിയ പുതിയ പണികളാണ്, ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ ഇനി നേരെ സൈറ്റിലോട്ട് പോയിട്ട് വരാം. സൈറ്റിൽ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി വാളിൻ്റെ ഒരു പുട്ടിങ് ഇതിൻ്റെ ഈ ലൈനിൽ വരുന്നുണ്ട്. അതൊന്ന് കവർ ചെയ്യണം. ബാക്കിയുണ്ട് ഇവിടെ എല്ലാം ബാക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ട്. ഇതുപോലൊരു വെയർ ഹൗസ് ഇവിടെ വരാൻ പോകുന്നത്. സംഭവം നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ മൂസിയും വരുന്നുണ്ട്. നമ്മുടെ ഫോർമാൻ ഇവിടെ ഉണ്ടല്ലോ, രാജേഷ് വരുന്ന വരവ് കണ്ട. അസിസ്റ്റന്റ് സർവേയർ. साउंड रिकॉर्ड होता है. रिकॉर्डिंग चालू है. लगता है और थोड़ा सा राइट आराम से. അപ്പോൾ ഇതാണ് നമ്മുടെ പണി. എൻ്റെ പോയിന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. ഈ സൈഡിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു പണിയേ ഉള്ളൂ. നമ്മുടെ ഈ വണ്ടി സൈഡിലേക്ക്
24 hours 8 മണിക്കൂർ 10 മണിക്കൂർ പണിയുണ്ടെങ്കിൽ 10 മണിക്കൂർ നമ്മളിങ്ങനെ വെയിലത്ത് ഇങ്ങനെ പൈൻ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ നല്ല വെയിലുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ക്യാമറയും ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ഇങ്ങനെയുള്ള പണി ഒതുക്കി ഇനി നാസ്ത ബ്രേക്ക്ഫാസ്റ്റ്. ഭയങ്കര വെയിൽ. മോശം വന്ന് വെള്ളം എടുക്കാൻ പോയതാ. മിഷൻ खोलते रुको, मैं अंदर है मुश्किल नहीं. ഓക്കെ. അയ്യോ, ഇനി അവർ ഫുഡ് കഴിച്ചിട്ടോ 9 മണിയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവർ തളർന്ന് വീഴും. ഈ സമയത്തൊക്കെ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ ഓഫീസെന്നൊന്നും പറയാനില്ല, ചെറിയൊരു സെറ്റപ്പ്. ബാത്റൂമുണ്ട്, ഒരു പാൻറ്ററി ഉണ്ട്, നമ്മുടെ ഫോർമാൻ അതിനകത്തുണ്ട്. उसमें खाली डेट चेंज करना, उसमें मिक्स कोड की जगह पीसीसी लिखो, ठीक है, और मिक्स C20 लिखो. അകത്ത് കയറി ഫോർമാനോട് റിപ്പോർട്ട് सेम वही रखना, खाली उसमें डेट चेंज करना. കുഴങ്ങി മന്ദാരം ഉടങ്ങി. അയ്യോ, ഉയർത്ത് കറുത്തൊരു പരിവായി. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങും. ആ ഫോർമാൻ ജി കഴിച്ചേ नंबर 1 अपना PM है. ഹലോ, നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പണി ഏകദേശം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി വേറെ സൈറ്റിലോട്ട് പോവാം. ഇപ്പോൾ സമയം 10:24. ഷൂസും ഒക്കെ ഊരി വെക്കട്ടെ. ഞാനുണ്ട്, മോസിനും ഉണ്ട്. ഷൂസ് കച്ചറ. മോസിനെ എന്തൊരു ചൂടാന്നറിയോ. 10:30 ആയതേ ഉള്ളൂ, ഭയങ്കര ചൂട്. ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ സൈറ്റിലോട്ട് പോവുക. ആ സൈറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാമറ അലൗഡല്ല. ഇതിപ്പോൾ ഒരു ചെറിയൊരു സൈറ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വീഡിയോ എടുത്തത്. അപ്പോൾ ആ സൈറ്റിലോട്ട് പോവുക. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് കാണിക്കാം, എന്നിട്ട് തിരിച്ച് വീട്ടിൽ എത്തുന്നുണ്ട്. ആ സൈറ്റിൽ എനിക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി VIP സൈറ്റാണ്. അതിൻ്റെ ക്യാമറ ഒന്നും അലൗഡ് ചെയ്യത്തില്ല, സേഫ്റ്റിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിടാൻ പോവാം. അപ്പോൾ മോസിനുണ്ട് ഇവിടെ. മോസിൻ കുഴഞ്ഞ്. मोहसिन कैसे था गर्मी? बहुत ज़्यादा गर्मी. साइट कैसे है? साइड सही है. साइट सही है, आराम से, कोई इंजीनियर नहीं है, कुछ नहीं है. एक फॉर्मैन है, बस छोटा ഒരു വെയർ ഹൗസ് അത്രേ ഉള്ളൂ. पानी पिया सही है. अभी हम लोग जा रहे हैं दूसरा साइट में. अपना कैमरा अलाउड नहीं है, इसके लिए हम लोग उधर जा रहे हैं. अभी उधर कैमरा वीडियो नहीं कर सकते बोल रहे हैं. അപ്പോൾ ഞങ്ങൾ ഇനി പോവാം. ഇനി ഏകദേശം ഒരു 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഡ്രൈവിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, അത് സ്കിപ്പ് ചെയ്യരുത്, കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറേ ഓടി നേരെ എന്തായാലും നമ്മൾ പെട്രോൾ പമ്പിലോട്ട് വന്നേക്കാണ്. പെട്രോൾ പമ്പ് എന്തായാലും പെട്രോൾ അടിക്കണം. വെച്ചാൽ അപ്പോഴത്തേക്കും കാലിയായി പെട്രോള്. അപ്പോൾ എന്തായാലും പെട്രോൾ അടിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാമെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ ഇനോക്കിൻ്റെ പമ്പ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം അടിക്കുന്നത്. ഈ പമ്പിൽ നിന്നല്ല, ഇനോക്ക് പമ്പിൽ നിന്നാണ് നമ്മൾ സ്ഥിരം പെട്രോൾ അടിക്കുന്നത്. ഇതാകുമ്പോൾ ഒരു ക്യാഷ് ബാക്ക് ഓഫറുണ്ട്. ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് ആ പൈസയ്ക്ക് നമുക്ക് പെട്രോൾ അടിക്കാം. അങ്ങനെ പെട്രോൾ അടിക്കണം. പെട്രോളിൻ്റെ ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടി, അതുകൊണ്ട് ഇച്ചിരി പ്രശ്നത്തിലാണ്. കമ്പനി കൂടുതൽ സാലറിയും കൂടുതൽ ഇൻക്രിമെൻറ്റും ബോണസും ഒക്കെ തരുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു. കമ്പനിക്ക് വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിക്കാം നമുക്ക്. ഞാൻ പെട്രോൾ അടിച്ചിട്ട് വരാം. നല്ല തിരക്കുണ്ട് പെട്രോൾ പമ്പിൽ. വളരെ നീണ്ട ക്യൂവിന് ശേഷം നേരെ പെട്രോൾ അടിക്കാനായിട്ട് കയറി. കുറേ നേരം നിന്നുണ്ട്, കുറേ വണ്ടി ഉണ്ടായിരുന്നു. എന്താ ഇത്ര തിരക്കുന്നൊരു പിടുത്തമില്ല. തിരക്ക് വരാത്തയാണ്. പെട്രോളിൻ്റെ പൈസ വല്ലതും കുറയ്ക്കുകയോ കൂടുകയോ ചെയ്യുന്നുണ്ടോയെന്നോ ഒരു പിടുത്തമില്ല. നോക്കട്ടെ, എന്തായാലും ഫുള്ളടിക്കണം. തീരാറായി. ഫുള്ളടിക്കുമ്പോൾ തന്നെ ഒരു പൈസ
ദിറംസോളം ആവും. നേരത്തെയൊക്കെ ഒരു 100 ദിറംസ് 120 ദിറംസ് ഉണ്ടായിരുന്നു എനിക്ക് ഫുള്ളാവുന്നതായിരുന്നു. നല്ല രീതിക്ക് ഈ വാറ് കാരണം നല്ല രീതിക്ക് ഇതായി. വരൂ മകനെ വരൂ. പെട്രോളുകാരാ എൻ്റെ വണ്ടിക്ക് കൂടെ പെട്രോൾ അടിച്ചു തരും. फुल स्पेशल Cashier card. कार्ड ഫുള്ളെന്ന് പറഞ്ഞു വിട്ടാൽ മതി, അവരടിച്ചോളും. കാർഡാണോ ക്യാഷാണോ എന്ന് ചോദിക്കും. സിമ്പിൾ. അതാകുമ്പോൾ ഇവർക്ക് സെറ്റ് ചെയ്യാനായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. അതെന്താ ചോദിക്കുന്നത്. എന്തായാലും ആ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനകത്ത് എനിക്ക് നല്ലൊരു പൈസ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ കാണിക്കാം. ഇത് എസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. You said how much? फुल फुल Oh gosh. I'll press 70. मेक इट फुल नो प्रॉब्लम 70 आफ्टर दैट फुल അവൻ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അവൻ ഞാൻ ഫുൾ അടിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവൻ 70 ദിറംസിനാന്ന്. 70 അടിച്ചിട്ട് ബാക്കി അടിച്ചോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാണ്. അതിനകത്ത് എനിക്ക് 10,000 കാണാൻ വരുന്നുണ്ട്. 10,000 പോയിന്റ് പെട്രോൾ അടിച്ചതിൻ്റെയൊക്കെയാണ് നടക്കുന്നത്. 10,000 പോയിന്റ്. 10,000 പോയിന്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിറംസ്. അത് എത്ര ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാഷ് റെഡീം എന്ന് പറയുമ്പോൾ 10,000 പോയിന്റ് റെഡീം ചെയ്യുമ്പോൾ ഇതുണ്ട്. 10,000 പോയിന്റ് റെഡീം ചെയ്യുമ്പോൾ 100 ദിറംസ്. എനിക്കിപ്പോൾ 100 ദിറംസ് ക്യാഷ് ബാക്കിനകത്ത് കിടപ്പുണ്ട്. റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇനോക്ക് പമ്പിൻ്റെ കൂടെ സൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ റെഡീം ചെയ്യാം. ഭയങ്കര പൈസ അവിടെ. അപ്പം എന്ത് പെപ്സിയോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ചോക്ലേറ്റ്സോ ഒക്കെ ഉണ്ട്. അപ്പോൾ യു എയിലുള്ളവർക്ക് അതറിയാം. ഈ സൂം എന്ന് പറയുന്ന ഷോപ്പ് അവിടെ കയറി കഴിഞ്ഞാൽ റെഡീം ചെയ്യാമെന്നാണ്. പെട്രോളും റെഡീം ചെയ്യാം. ഞാനിതിങ്ങനെ വെച്ചേക്കുക ഇരിക്കട്ടെ. എന്തെങ്കിലും ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ പൈസ എടുക്കാതിരിക്കുമ്പം എന്തെങ്കിലും തിന്നാനോ അല്ലെങ്കിൽ ഇതുപോലെ പെട്രോൾ അടിക്കാനോ അത് നമുക്ക് ഉപകാരപ്പെടും. ഇരിക്കട്ടെ. നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ കയ്യിലിപ്പം പൈസ ഉള്ളപ്പോൾ നമ്മളിത് എത്ര ഒന്നും ഓവറായിട്ട് ചിലവാക്കാതിരിക്കുക. ഇവയിലുള്ള എല്ലാവർക്കും ഇപ്പം നല്ല കഷ്ടപ്പാടാണ്. എന്താണെന്ന് വെച്ചാൽ വാറ് ആയതോടെ ആർക്കും പ്രോജക്ട്സ് ഇല്ല, ഇൻക്രിമെൻ്റ് കിട്ടുന്നില്ല, ബോണസ് കിട്ടുന്നില്ല. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ക്യാൻസൽ ഇട്ടു പോകുന്നുണ്ട്. ഞാനൊക്കെ പിടിച്ച് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്കൊക്കെ പ്രാരാബ്ദവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് പിടിച്ച് നിൽക്കുന്നു. അല്ല എന്ത് ചെയ്യാനാ. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വൈകിട്ടായി. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനാണൊരു പാട്. എനിക്ക് ബിൽഡിങ്ങിൽ പാർക്കിങ് ഇല്ല. ഞാനിപ്പം പണ്ട് താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു പാർക്കിങ് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ അവിടോട്ട് വണ്ടി ഇടാൻ പറ്റുമോ. തിരിച്ച് റിവേഴ്സിൽ പോകണം. നോക്കട്ടെ വണ്ടി ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലെ വിശേഷങ്ങൾ. ഇതൊക്കെയായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. പല ദിവസങ്ങളിലും പല സൈറ്റിലായിട്ട് ഇങ്ങനെ പോയി വരിക അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. നമുക്കിപ്പോൾ ചൂടായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം. ഇച്ചിരി കൺജസ്റ്റ് പാർക്കിങ് ഇടാൻ പറ്റുമോ. തട്ടരുത്. അപ്പം എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഈ 2 കാർ പാർക്കിങ് അവിടെ കാണുന്നൊരു വൈറ്റ് ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. അത് നമ്മുടെ കമ്പനിയുടെ തന്നെ അക്കോമഡേഷനാണ്. അതിനകത്താണ് താമസം. ഇപ്പോൾ റൂമിൽ പോയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ. എന്ത് പറയാനല്ല. അപ്പം
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ നാളിന് ശേഷമൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഒരുപാട് വ്യൂസ് തരുമ്പം നമുക്ക് പുതിയ വീഡിയോ ചെയ്യാൻ തോന്നും. അതിന് വ്യൂസ് ഇല്ലെങ്കിൽ വീണ്ടും വീഡിയോ ഇടാനായിട്ടൊരു മടിയാണ്. എന്നുവെച്ചാൽ ഞാനൊരു ഇപ്പം ഭയങ്കര ഗ്യാപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, ഭയങ്കര ഗ്യാപ്പിലാണ് വീഡിയോ ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.